അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? തസത്തുർ എന്ന നാട് ഫത്ഹാകുമ്പോൾ, ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ കീഴിൽ വരുമ്പോൾ എത്രയെത്ര മഹാന്മാരായ സ്വഹാബത്താണ് ധീരശൂരം പോരാടി പരരക്തകളത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട്, രണാങ്കണത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് ദസ്തുർ എന്ന രാജ്യം കീഴടക്കുമ്പോൾ ഒരു സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്താണ് ആ നാട് ഫത്ഹായത്. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് സുബ്ഹി നിസ്കാരം അല്പമൊന്ന് വൈകിപ്പോയി, സമയം വൈകിപ്പോയി. ആ സംഭവം ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, ഈ ലോകം മൊത്തം ഇസ്ലാമിന്റെ ഭരണം കിട്ടിയിട്ടും കാര്യമില്ല, ഈ ലോകം മൊത്തം ഇസ്ലാം കിട്ടിയിട്ട് കാര്യമില്ല. അന്നത്തെ ആ സുബ്ഹ് നിസ്കാരം എനിക്ക് സമയത്തെ തൊട്ട് തെറ്റിപ്പോയതിന്, എന്റെ സമയമൽപ്പം വൈകിപ്പോയതിന് ഈ ദുനിയാവ് മൊത്തം ഫത്ഹായിട്ടും കാര്യമില്ല. ഓ സഹോദരാ, നിസ്സാരമായിട്ട് തലവേദന വരുമ്പോൾ, വീട്ടിലൊരു സൽക്കാരമുണ്ടാകുമ്പോൾ, ഒരു കല്യാണമുണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോഴേക്ക് നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിക്കുന്ന ചെറുപ്പക്കാരാ, കൃത്യമായി നിസ്കരിക്കുന്നവര് തന്നെ എന്തെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, കല്യാണങ്ങൾക്ക് പോകുമ്പോൾ, അതാ നിസ്കാരം കഥാക്കുന്ന മുസ്ലിമെ, ഈ മതം നിനക്ക് പൊറുക്കുകയില്ല, മുത്തുനബി നിന്നെ പൊറുക്കുകയില്ല. അറിയുമോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്കറിയില്ലേ? കുട്ടികൾ റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചിട്ട് മുത്തുനബി നടക്കാൻ കഴിയാതെ ഒരു മലയുടെ ചരിവിൽ നിൽക്കുമ്പോൾ ഇരിക്കുകയാ, നടക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ അത്രയും അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചു പോയി, ദ്രോഹിച്ചു പോയി, കൂക്കി വിളിച്ചു പോയി. അവശനായി നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ തന്നെ പരിചയമുള്ള ഒരാളെ കണ്ടപ്പോ പറയുന്നു, മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ സഹായത്തിന് വേണ്ടിയല്ലേ തായിഫിൽ വന്നത്, എന്റെ ബന്ധുക്കളുണ്ട് എന്ന് കരുതി വന്നതല്ലേ, ഉമ്മാന്റെ കുടുംബങ്ങളുണ്ടെന്ന് ഉദ്ദേശിച്ചു വന്നതല്ലേ. അതുകൊണ്ട് ഇവിടെ നീ എന്നെ ആട്ടിയോടിച്ചതും ഇവര് എന്നെ ചീത്ത വിളിച്ചതും കൂക്കി വിളിച്ചതും മക്കയിൽ ആരോടും പറയരുതേ, നീ ആരോടും ഈ സംഭവം പറയല്ല. അത്രയും അല്ലാഹുവിന്റെ റസൂല് വ്യസനിച്ച് ദുഃഖിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അതേ പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്ക് വന്നുകൊണ്ട് മുത്തുനബിയോട് പറയുന്നു, ഓ പ്രവാചകരെ, അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഈ പർവ്വതം ഇവരെ മേൽ അല്ലാഹു തള്ളിയിട്ടിട്ട് ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ ഈ കുട്ടികളെയും ആളുകളെയും മൊത്തം നശിപ്പിക്കുവാൻ പടച്ച റബ്ബിന്റെ ഓർഡറുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ വേണ്ട വേണ്ട, അവരിൽപ്പെട്ട ഒരാളെങ്കിലും കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വന്നാൽ അതല്ലേ ഏറ്റവും ഉത്തമം. അതുകൊണ്ട് നശിപ്പിക്കല്ല, പുറത്തു കൊടുക്കുക എന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അസർ നിസ്കാരം തെറ്റിച്ചപ്പോൾ അഹ്സാബ് സമരം നടക്കുന്നു. ശത്രുക്കളതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസർ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. അസർ നിസ്കാരം മുത്തുനബിക്ക് വൈകിയപ്പോൾ മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ ശഗലൂനാ അനിസ്സലാത്തി അൻ സ്വലാത്തിൽ വുസ്താ. അവരെ കബറുകളും വീടുകളും പടച്ച റബ്ബ് തീകൊണ്ട് നടക്കട്ടെ. അവര് നമ്മളെ നിസ്കാരം തെറ്റിച്ചില്ലേ, നിസ്കാരം സമയത്തെ തൊട്ട് തെറ്റിച്ചില്ലേ. ആഖിർ സമാനിലെ മക്കളെ, മുസ്ലിം ചെറുപ്പക്കാരെ, ആ പ്രവാചകരുടെ പ്രാർത്ഥന, ആ പ്രവാചകരുടെ സ്നേഹം, ആ പ്രവാചകരുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുമോ? നബിദിനം കഴിച്ചിട്ട് കാര്യമുണ്ടോ? ദിക്ർ ചൊല്ലിയിട്ട് കാര്യമുണ്ടോ? സ്വലാത്ത് ചൊല്ലിയിട്ട് കാര്യമുണ്ടോ?
സമയത്തിന് നിസ്കരിക്കാതെ, നിസ്കാരത്തിന് ചിട്ടയില്ലാതെ ഇത്തരം ഇബാദത്തുകളെ കൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഐഡന്റിറ്റി കൃത്യമായി നിസ്കരിക്കുക. നിസ്കരിക്കാത്ത മുസ്ലിമിന് ഇസ്ലാമിലൊരു സ്ഥാനമില്ല. നിസ്കരിക്കാത്ത മുസ്ലിം അറുത്ത ജീവിയെ മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിച്ചുകൂടാ. നിസ്കാരത്തിൽ ചിട്ടയില്ലാത്തവന് നിന്റെ ഭക്ഷണം കൊടുത്തുകൂടാ. അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൂടാ. ഓ മുസ്ലിമീങ്ങളെ, പറയാതിരിക്കാൻ പറ്റുമോ? പറയാതിരുന്നാൽ അതേ, ഞങ്ങൾ ഉസ്താദിന് നല്ലപോലെ ഭക്ഷണം കൊടുത്തിരുന്നു, ദർസിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു, നല്ലപോലെ ശമ്പളം കൊടുത്തിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു, ഞങ്ങളോട് ഉസ്താദ് പ്രസംഗിച്ചിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. വിനീതനായ ഞാനിനാള് ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അല്ലാഹുവേ, നിങ്ങളാരും എന്നെ കുറ്റം പറയരുത്. നിസ്കാരത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. LIC-യെക്കുറിച്ച് ഞങ്ങളോട് പ്രസംഗിച്ചിരുന്നു. അതേ, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളെ കുറിച്ച് പ്രസംഗിച്ചിരുന്നു. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ നിസ്കാരത്തിന്റെ ഗൗരവം ഞങ്ങളോട് പറഞ്ഞു തന്നില്ല. പറയരുതേ മക്കളെ. കൃത്യമായി 5 വക്ത് നിസ്കരിക്കാത്ത, നിസ്കാരത്തിന് ചിട്ടയില്ലാത്ത ഒരു മനുഷ്യന് നിന്റെ ഭക്ഷണം കൊടുക്കല്ല. ഭക്തനല്ലാതെ നിസ്കാരത്തിന് ചിട്ടയില്ലാത്തവന് നീ ഭക്ഷണം കൊടുത്തുകൂടാ. അമുസ്ലിമിന് ഭക്ഷണം കൊടുക്കുന്നതിന് വിരോധമില്ല. അവന് ഭക്ഷണം കൊടുത്താൽ പുണ്യം കിട്ടുമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. പൂച്ചക്ക് ഭക്ഷണം കൊടുത്താൽ സ്വർഗ്ഗം കിട്ടുമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. നാൽക്കാലിക്ക് ഭക്ഷണം കൊടുത്താൽ സ്വർഗ്ഗം കിട്ടുമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. നായക്ക് വെള്ളം കൊടുത്താൽ സ്വർഗ്ഗം കിട്ടുമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ മാത്രം ഒരു വേശ്യപ്പെണ്ണ് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാത്ത, നിസ്കാരത്തിന് ചിട്ടയില്ലാത്ത ഒരു മുസ്ലിമിനും നിന്റെ ഭക്ഷണം കൊടുക്കല്ല. ഓ സഹോദരാ, എന്റെ വയത് കേട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മുസ്ലിം ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? റസൂലുള്ളാഹിന്റെ ഹദീസ് വിശ്വാസമുണ്ടോ? ആഖിറത്തിലേക്ക് വല്ലതും സമ്പാദിക്കണമെന്ന ചിന്തയോടുകൂടി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇവിടെ നീ എഴുന്നേറ്റ് പോകുന്നതിന്റെ മുൻപ് ഒരു തീരുമാനമെടുത്തോ. ഇന്ന് മുതൽക്ക് ഒരു വക്ത് നിസ്കാരം എനിക്ക് കളാക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. തീരുമാനിച്ചോ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ഉയർത്തിപ്പിടിക്കുന്നവരെ, അത് പ്രചരിപ്പിക്കുന്നവനെ, അതിന് വളം ചേർക്കുന്നവനെ, അതിനു വേണ്ടിയിട്ട് ശബ്ദിക്കുന്നവനെ മാത്രമാണ്, അവൻ മാത്രമാണ് റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് കൃത്യമായിട്ട് എല്ലാ മുസ്ലിമീൻ പുരുഷന്മാര് പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മുറുകെ പിടിക്കേണ്ടതാ. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നവർ, പടച്ച റബ്ബുമായിട്ട് ബന്ധമുള്ളവർ, അതേ യജമാൻ ഭക്ഷണം കൊടുക്കുന്ന യജമാനനോട് നന്ദി കാണിക്കുന്ന ഒരു നായ, അതാ യജമാനൻ വിളിക്കുന്ന വിളിക്ക് ഉത്തരം ചെയ്യാതിരിക്കില്ലല്ലോ. യജമാൻ എത്ര വേദനിപ്പിച്ചാലും, എത്ര തന്നെ ദ്രോഹിച്ചാലും, ഭക്ഷണം കൊടുക്കുന്ന യജമാനനോട് നന്ദിയോടെ ഉത്തരം ചെയ്യുന്ന, എത്ര വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന നായകളെ കണ്ടില്ലയോ? അതെ, യജമാന ഭക്തി മനസ്സിലുണ്ടോ? വാങ്ങി വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കാതിരിക്കില്ല.
അർഹമുർ റഹീമീനായ റബ്ബ് കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് തിരിച്ചറിയാനുള്ള അടയാളം പറഞ്ഞത് കൃത്യമായി സുജൂദ് ചെയ്ത് അതോടെ ചിട്ടയോടെ അതിന്റെ മുറ പോലെ നിസ്കരിക്കുന്നവരാണ് കേട്ടോ. പോലെ അതിനെക്കുറിച്ച് പഠിച്ച് ആദാബുകളും ചിട്ടയും പാലിച്ച് നിസ്കരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. നിസ്കരിക്കാത്ത മുസ്ലിമിന് ഈ മതത്തിൽ അംഗത്വമില്ല. കൃത്യമായി നിസ്കരിക്കാത്ത മുസ്ലിം അറുത്തത് ഭക്ഷിക്കാൻ പാടുള്ളതല്ല. പഴയകാലത്ത് ആളുകൾ ഭക്ഷിക്കാറുണ്ടായിരുന്നില്ല. നിസ്കാരം ഉപേക്ഷിക്കുന്ന 4 മദ്ഹബിനും കാഫിറല്ല. അതേ സന്ദർഭത്തിൽ അവൻ കടുത്ത തമാടിയാണ്. അവനോട് സലാം പറയാൻ പാടില്ല, അവൻ പറഞ്ഞാൽ മടക്കാനും പാടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നു, മുസ്ലിമീങ്ങൾക്കുള്ള ഒരടയാളമാണ് കൃത്യമായി നിസ്കരിക്കൽ. നിസ്കരിക്കാത്ത മുസ്ലിമിന് ഇസ്ലാമിന് യാതൊരു സ്ഥാനവും ഇല്ല. നിസ്കരിക്കാത്ത മുസ്ലിമിന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ആരും പ്രസംഗിക്കാറുമില്ല, നമ്മൾ കേൾക്കാറുമില്ല. നമ്മൾ നമ്മുടെ കല്യാണങ്ങളിൽ, വിവാഹ ചടങ്ങുകളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വേറെ ചില ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം എന്തുമാത്രം ബഹിഷ്കരണവും അവഗണനയും ഒക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷേ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് യാതൊരു വിഷമമോ പ്രയാസമോ വരുന്നില്ല. അത് നമുക്ക് ഇസ്ലാം ദീനിൽ ഉള്ള നമ്മുടെ വിശ്വാസമില്ലാത്തതിന്റെ അടയാളമാണ്. എപ്പോഴും പേടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങള്. ഓ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ നരകം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുക്കറമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് നരകത്തെക്കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കാൻ പറഞ്ഞതറിയില്ലേ? നമ്മളൊക്കെ നരകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ സഹോദരാ, വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമാണോ നരകത്തെക്കുറിച്ച് പേടിക്കുന്നവരാണ്, നരകത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന, നരകത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പറയുന്നു, നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം നരകം കത്തിച്ചപ്പോൾ നരകം നന്നായിട്ട് ഫഹ്മറത്ത്, നരകത്തിലെ തീയൊന്നായി ചുമന്നു പോയി, ചുവന്ന് തുടിച്ച തീക്കനലായിപ്പോയി. വീണ്ടും അസുമ്മ ഊക്കിദത്ത് അൽഫാം, വീണ്ടും 1000 കൊല്ലം കത്തിച്ചപ്പോൾ നരകത്തിലെത്തി ഫബിയല്ലത്ത്, നരകം ശരിക്ക് വെളുത്തു പോയി. സുമ്മ ഊക്കിദത്ത് അൽഫസന, വീണ്ടും 1000 കൊല്ലം കത്തിച്ച സമയത്ത് ഫസ്വദ്ദത്ത്, നരകത്തിലെ തീ മൊത്തം കറുത്തുപോയി. ഫഹിയ സൗദാഉ മുളിമാ, അപ്പോൾ നരകം കറുത്തിരുണ്ട ലോകമാണ്, കരിക്കട്ട പോലെയാ. ഓ സഹോദരാ, ചുവന്ന തീയ് നമ്മൾ കണ്ടിട്ടുണ്ട്, വെളുത്ത തീയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ ഞാൻ നിങ്ങളോട് വിശുദ്ധ ഖുർആനിലെ ആയത്ത് പരിശോധിക്കാൻ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ ഒരു ചെറിയ പരിശോധന നടത്തണം. നിങ്ങൾ വെളുത്ത തീ കണ്ടിട്ടുണ്ടോ? ചുവന്ന തീ കണ്ടിട്ടുണ്ടോ? ചുവന്ന നിറത്തിലുള്ള തീയും വെളുത്ത നിറത്തിലുള്ള തീയുമായിട്ട് എത്രയോ കടുത്ത ചൂട് വെളുത്ത നിറത്തിലുള്ള തീയിനല്ലയോ? സംശയമുണ്ടോ? വല്ലപ്പോഴും നിങ്ങൾ എടപ്പാൾ ടൗണിൽ പോകുമ്പോ ഏതെങ്കിലും കടയിൽ കയറിയിട്ട്
സഹോദരാ, ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ പരിചയമുണ്ടാവില്ല. നിങ്ങളെ നാട്ടിലെ 70-ും 75-ഉമൊക്കെ വയസ്സ് പ്രായമുള്ള ആളുകളോട് ചോദിച്ച് ഒരു ഗന്ധകത്തിന്റെ കല്ല് നിങ്ങൾ വാങ്ങുക. ഗന്ധകം നിങ്ങൾക്കറിയുമോ? അല്ലാഹു നരകത്തിൽ കത്തിക്കുന്ന